ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് 1.5 വർഷമായിട്ടും അതിൻ്റെ ഒരു കല്ല് പോലും ഇടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എവിടെയാണ് വൈദ്യുതി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. കാരണം പണം ഇവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയാണ് പിരിച്ചതെന്നുള്ളൊരു വിവരമില്ല. എത്ര കോടിയാണ് പിരിച്ചത് എന്നുള്ളതിനെപ്പറ്റി ഒരു വിവരവുമില്ല. ഇപ്പോൾ DYFI പിരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ വീട് കൊടുക്കുന്നു. അത് 20 കോടിയാണ് കൊടുത്തത്. 20 കോടി അവർ പിരിക്കുകയല്ല ചെയ്തത്. അവർ ഈ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു, അതുപോലെ തന്നെ അധ്വാനം നിർവഹിച്ചു. അങ്ങനെ അവർ കേരളത്തിൽ നടത്തിയ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അവർ 20 കോടി ഉറുപ്പിക കൊടുത്തത്. അപ്പോൾ 20 കോടി ഉറുപ്പിക എന്ന് പറയുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ആദ്യം തീരുമാനിച്ച് 25 വീട് കൊടുക്കുന്നതാണ്. അതിനേക്കാൾ എത്രയോ കൂടുതൽ വീട് കൊടുക്കാനുള്ള പണം അവർ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ കോൺഗ്രസ്സുകാർ ഒരു സംഭാവനയും കൊടുക്കാൻ പാടില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല എന്നും കോൺഗ്രസ് ജീവനക്കാർ അതിൻ്റെ ഓർഡർ കത്തിച്ചു. ഞങ്ങൾ നയാ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫണ്ട് പിരിക്കും. അവർ തന്നെ ഫണ്ട് പിരിച്ചു. ആപ്പടിസ്ഥാനത്തിന് ഫണ്ട് പിരിച്ചു. ഈ ഫണ്ടെല്ലാം പിരിച്ച് ഈ ഫണ്ട് എവിടെയാണ് പോയത്, എത്രയാണ് ഫണ്ട് പിരിച്ചത് ഒന്നും ഇന്നേ വരെ ഫണ്ടില്ല. അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 230 വീട് അവിടെ പറഞ്ഞത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കാരണം അവിടെ മുമ്പ് MPA എന്നല്ലോ. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ 100 വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീട്, അങ്ങനെ 230 വീടാണ് നിർമ്മിക്കുന്നത്. ഒരു വീടിൻ്റെ പണിയും ആരംഭിച്ചിട്ടില്ല. അതിന് അവർ പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ, സർക്കാരിൻ്റെ മുന്നിൽ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞു. അത് തരാതുകൊണ്ടാണ് KPCCയുടെ വീട് നിർമ്മാണം വൈകിയത് എന്ന കല്ലുവെച്ച നുണയാണ്. ഈ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഉൾപ്പെടെ പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിൽ ഗവൺമെൻറ് തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റിന് എവിടെയാണ് ഭൂമി കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് പുറത്തുള്ള ഏജൻസികൾക്കൊന്നും ഭൂമി നൽകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തന്നെ 44 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേസുണ്ടായി. ആ കേസ് ഉൾപ്പെടെ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് അവിടെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പോൺസർമാർക്ക് സ്ഥലം സർക്കാർ നൽകില്ല എന്ന് സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉപനേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത 2024 ഡിസംബർ 30 നടന്ന യോഗത്തിൽ ഈ തീരുമാനം അറിയിച്ചതാണ്. 2024 ഡിസംബർ 30 നടന്ന യോഗത്തിൽ സ്പോൺസർമാർക്ക് ഭൂമി നൽകുന്ന കാര്യം ഗവൺമെൻറ് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങുകയാണ് ചെയ്തത് എന്ന് ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ തന്നെ കാര്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് കള്ളം പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഗവൺമെൻറ് വീട് വെക്കാൻ സ്ഥലം വിട്ടുതരാതെ കൊണ്ടാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്.